രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ്. ഒരുപക്ഷെ നിങ്ങൾ ആരും തന്നെ കഴിച്ചിരിക്കാത്തൊരു ഫ്രൂട്ട് സാലഡാണിത്. ഈ വേനൽക്കാലത്ത് നമ്മൾ ശരീരം തണുപ്പിക്കണ ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്. അതിലേറ്റവും നല്ലത് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴുള്ള കൂവപ്പൊടി തന്നെയാണ്. അപ്പോൾ ആ കൂവപ്പൊടി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് നിങ്ങൾ ഏത് പാത്രമാണോ സ്റ്റൗവിൽ വെക്കാൻ പോണേ ആ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഇടുക. ഇത് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇട്ടാൽ അത്രയും നല്ലതാവുകയുള്ളൂ. പിന്നെ 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കൂവ നന്നായിട്ട് വേവണം. നന്നായിട്ടൊന്ന് ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം എടുക്കും നന്നായിട്ട് കുറുകി വരാനായിട്ട്. കോൺഫ്ലോർ ആണെങ്കിൽ പെട്ടെന്ന് കുറുകി വരും. ഇതിന് കുറച്ച് സമയം എടുക്കും. കൂവ നന്നായിട്ട് വേവും വേണമല്ലോ. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് കൂവപ്പൊടി കലക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും, പക്ഷെ അത് വേവില്ല. നന്നായിട്ട് കൂവ വേവണം. അപ്പോൾ കണ്ടില്ലേ സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയുണ്ടെന്ന്. കുറച്ചുകൂടെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വൈറ്റ് കളർ പോയിട്ട് കുറച്ചൊന്ന് ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും നന്നായിട്ടൊന്ന് കുറുകി വരും. അതുവരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റേജ്. ഏകദേശം നമ്മൾ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ നിറമൊക്കെ മാറിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇത് തിളപ്പിച്ചാറിയ പാലാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെന്ത കൂവയും പാലും കൂടെ നന്നായിട്ട് യോജിക്കണം. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് 1 കപ്പ് വരെ ചേർക്കാം. ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടു എന്നേ ഉള്ളൂ. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് 3ഉം കൂടെ കിടന്ന് വേണം നന്നായിട്ട് മിക്സായി. ഇത് അതേപോലെ നല്ലൊരു ചെറിയ രീതിയിലുള്ളൊരു കൊഴുപ്പൊക്കെ വരും ഇതിൽ. പിന്നെ ഇത് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ കൊഴുക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മിക്സ്. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ സ്ട്രോബെറിയുടെ മിക്സ് ചേർക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വനില എസൻസ് ഉണ്ടല്ലോ അതും ചേർക്കാം. 2-3 തുള്ളി ഒറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും. പിന്നെ സ്ട്രോബെറിയുടെ ഒരു ചെറിയ മണവും കിട്ടും. ഇത് ഓപ്ഷണലാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ഈ നമ്മൾ കൂവയും പാലും കൂടെ ഇട്ട ആ മിക്സ് ഉണ്ടല്ലോ അതും ഫ്രൂട്ട്സും കൂടെ കലർന്ന് കഴിച്ചാലേ നല്ലതാണ്. ഇത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടാനും പിന്നെ അതേപോലെ വീഡിയോനൊക്കെ ഒരു ഭംഗി ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ്. ആപ്പിള്, പഴം, ഗ്രേപ്സ്, പിന്നെ മാതളം, കൊയ്യാപ്പഴം. അളന്ന് നോക്കിയപ്പോൾ 6 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം. ഇതന്നെ ഇടണമെന്നില്ല. വെറും പഴം കൊണ്ട് നമുക്ക് ഈ കൂവ മിക്സ്ചർ ഉണ്ടാക്കി അതിലിട്ട് കഴിക്കാം. അത്രയും ഹെൽത്തിയാണ്. ഞാൻ എൻ്റെ ഉള്ളത് കൊണ്ട് എടുത്തു എന്ന് മാത്രം. ഇനി വലിയൊരു ബൗളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഫ്രൂട്ട്സ് ഇടാം. അതിലേക്ക് കൂവ മിക്സ്ചർ കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒഴിക്കരുത്, അല്ലെങ്കിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ആവും ചില സമയത്ത്. എപ്പോഴും ഫ്രൂട്ട്സിലേക്ക് വേണം നമ്മൾ മിക്സ് ഒഴിക്കാനായിട്ട്. ഒരിക്കലും മിക്സിലേക്ക് ഫ്രൂട്ട്സ് ഇടരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം അത് കറക്റ്റായിട്ട് വരില്ല. നമുക്ക് മിക്സ് ബാക്കി ഉണ്ടെങ്കിലോ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തണുപ്പിച്ച് ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ്. ഒരു ചൊവ്വയോ അതേസമയം നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട് സാലഡ് കഴിക്കണ പോലെ ഇൻഫാക്റ്റ് അതിനെക്കാട്ടിലും നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.